നമ്മൾ കൊല്ലത്തേക്ക് പോയത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് നമ്മൾ ഈ ചാനലിടുന്നത്. ഞാനൊന്ന് മഷൊക്കെ ഒന്ന് പിടിച്ച് വോയിസ് കേൾക്കുമെന്നും അറിയില്ല, കേൾക്കൊന്നുമില്ല. ഹലോ ഹലോ നമ്മൾ രണ്ടാളും കൂടി പോവാണ്. അപ്പോൾ ബാക്കിയെല്ലാം പോകുന്ന വഴിക്കുള്ള കുറേ വിശേഷങ്ങൾ നമ്മൾ നോക്കിയിട്ട് കാണിച്ചു തരാം. വോയിസിൻ്റെ പ്രശ്നമുണ്ടാവും, പക്ഷെ നോക്കാം, നമുക്ക് അടുത്തടുത്ത വീഡിയോസ് നമുക്ക് ക്യാച്ച് ചെയ്യാം അല്ലേ കൃഷിക്ക്. നമ്മൾ ബാഗിൽ എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഇപ്പോഴാണ് ഇവിടുന്ന് ബാഗിലൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഫില്ലാക്കിയിട്ടുള്ളത്. എന്നെ കാണുന്നുണ്ടോ? ഇതാ ഒരു പാക്കറ്റ് എന്താണ്, കുറച്ച് കടല. ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മസാല കടല അല്ല പറയാ, മസാല കടല. എന്താണ് ഇതാ മസാല കടലേ, മസാല കടല വാങ്ങിയിട്ടുണ്ട്, മസാല പീനട്ട്. പിന്നെ നമ്മൾ അയ്യോ കാണുന്നില്ലല്ലോ, പിന്നെ ഒരു വെള്ളമുണ്ട്. ബാക്കിയല്ല മഷൂക്കിന്റെ ബാഗിലാണുള്ളത്. അതിൽ സേഫാണ്. ചിക്കൻ ബിരിയാണി കിട്ടുവാണെങ്കിൽ ചിക്കൻ ബിരിയാണി വാങ്ങാം, അല്ലെങ്കിൽ മുട്ട ബിരിയാണി വാങ്ങാം, അങ്ങനെയുള്ളത്. ഇടയ്ക്ക് മഷൂക്കിന്റെ ഡാൻസ് കളി, ഡാൻസ് കണ്ണാടി കണ്ട അന്നേരം പോവത്തെ എത്ര നേരെ ഷാറൂഖ് ഖാനാന്ന് വിചാരം. നോക്കടാ, ഇവിടെ ഇരുന്നിരുന്ന് മടുത്ത്, ശരിക്കും പറഞ്ഞ നല്ല മടുപ്പായി. കണ്ടാ അടിപൊളി ചെരുപ്പല്ലേ, എന്താ ലുക്കല്ലേ ചെരുപ്പ്. അതെ ആ ചെരുപ്പ് എന്റെ കേട്ടാ. പക്ഷെ ചെരുപ്പില്ല, അവൻ ഷൂട്ടിലാണ്. ഷൂ ലൈറ്റിലൊക്കെ ഷൂ. ഗായ്സ് നമ്മളെ നാടെത്തി, പയ്യന്നൂരെത്തിയിട്ടുണ്ട്. നമ്മള് പയ്യന്നൂരെത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പയ്യന്നൂരെ ഇറങ്ങുന്നില്ല, നേരെ കൊല്ലത്തേക്ക് പോകുന്നത്. ബൈ ബൈ പയ്യന്നൂർ, ബൈ ബൈ ഗായ്സ്. നമ്മുടെ നാടെത്തി ഗായ്സ്, പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല ഗായ്സ്. പയ്യന്നൂരെത്തി, നമ്മൾ ഇറങ്ങുന്നില്ല അല്ലേ ഇന്ന് തൽക്കാലം. ബസ് കണ്ടക്ടറാ നേരെയല്ല. ഇവിടെ തൽക്കാലം ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് സ്റ്റേഷനും ഇതെല്ലാം കാണുന്ന ഈ സൈഡിൽ, അവിടെ തൽക്കാലം ഇങ്ങോട്ട് മാറി ഇരുന്നിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഒന്നും കാണാനില്ല, ഫുൾ ട്രാക്കാണ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്നെ കാണുന്നുണ്ടാ അവിടെ ഇരുന്ന് ബോർഡിക്കുന്നല്ലേ. അതെ, ഞാൻ വൈഡ് ആംഗിൾ ഇട്ടാൽ ഒട്ടും ലൈറ്റ് കിട്ടൂല, അതുകൊണ്ടാണ്. വൈറ്റിലല്ലല്ലോ, നോർമൽ അല്ലേ. വൈറ്റിലിട്ട് ഒന്നും കാണൂല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം തൽക്കാലം 1x എടുത്തുള്ള. അപ്പം പയ്യങ്ങടി എത്തിയിട്ടുണ്ട്. മനുഷ്യക്ക് റൂമിൽ വീട്ടിലേക്ക് പോകുന്നുണ്ടാ? ഇറങ്ങണോ? കള്ളപ്പന്നി ഇനി നീ ബ്ലോഗ് ചെയ്തത് തൽക്കാലം. നിന്റെ നാടെത്തുണ്ട്. എൻ്റെ നാടെത്തി ഗായ്സ്. എൻ്റെ നാടിനെ പറ്റി എന്താ പറയുക, നിന്റെ നാട് എന്ന് പറയുമ്പോൾ എൻ്റെ നാട് കൂടിയാണ്. ഞാനിവിടെ ഇറങ്ങട്ടാ, ഞാൻ പോകുന്നു ഗായ്സ്. പിന്നെ അവൻ വെറുതെ എൻ്റെ നാടുണ്ട, ബാങ്ങാടി സ്റ്റേഷനാണ്. ഇതിൽ പണി നടക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട്. വരാന്നില്ല. വ്ളോഗിങ്ങിൻ്റെ ഓരോ തരത്തിലുള്ള കൊച്ചു കൊച്ചു ബാലപാഠങ്ങൾ ആണ് മഷൂക്കിന് ചെയ്ത് കൊടുക്കുന്നത്. മഷൂക്കിൻ്റെ സ്വന്തം പഴയങ്ങാടി. എത്രടാ നീ പറഞ്ഞത്? ഫുഡ് കഴിച്ചിട്ടേ. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ടാ, എന്നിട്ട് നാളെ അടുത്ത വണ്ടിക്ക് കയറി വരാന്നാണ് പറയുന്നത്. എടാ ചെറ്റേ. ഒരുത്തൻ്റെ സൃഷ്ടി കാണുന്ന നോക്ക്. എന്ത് സംഭവം എന്ന് പറയാ, ഈ ബ്ലഡി ഫോൾ ഉണ്ടല്ലോ, ഷൂ ഇട്ടിട്ട് വന്ന് അപ്പഴേ ഞാനോട് പറഞ്ഞു ഒരു ചെരുപ്പ് എടുത്ത് വെക്ക്. ചെരുപ്പില്ല കോപ്പില്ല, വരുതാ ഷൂ ഉണ്ട് എന്നിട്ടില്ലേ, എന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ടോട്ട് നടക്കാൻ വേണ്ടിയതാ എൻ്റെ ചെരുപ്പ്. എന്നിട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങേണ്ട സമയം എനിക്ക് ചെരുപ്പില്ല, ഞാൻ എനിക്ക് ചെരുപ്പ് വേണം. ഒരു ചെരുപ്പ് നീ എടുത്തോ, ഒരു ചെരുപ്പ് ഞാൻ എടുക്കാം. എന്താ സംഭവം? തുള്ളി തുള്ളിട്ടാ പോകുന്നത് ഒരു കാലം വെച്ചിട്ട്. അതേപോലെ വന്നിട്ട് ഇവിടെ ഇരിക്കുക, അഥവാ നിക്കണം വന്നെങ്കിൽ എൻ്റെ കാലിൽ കഷ്ടപ്പാട്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നു പാട്ടും കേട്ടിട്ട്. അപ്പോൾ ഗുഡ് ബൈ, ബൈ ബൈ. അങ്ങനെ നമ്മളെ 12 മണിക്കൂർ 13 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊല്ലം എത്തി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ദേവ് അർബൻ ക്രൂസറിൽ വന്നിട്ടുണ്ട്. നമ്മൾ അവന്റെ വീട്ടിലേക്ക് ഓ അതെ അതെ, കൊല്ലം കളികൾ 2-3 ദിവസം കൊല്ലത്തന്നെ കഴിച്ചു. ഇതാണ് നമ്മുടെ എന്താണ് എൻഡ് ഓഫ് ദ ബ്രിഡ്ജ്.
പകുതിപ്പാലം അല്ലേ? പണിഞ്ഞ് പകുതി എത്തപ്പോ അവർക്ക് മനസ്സിലായത് പണിയാൻ പറ്റൂല എന്നുള്ളത്. അങ്ങനെ എന്തോ ആണ് ഗൈസ്. നമ്മുടെ അണ്ണന്റെ പുതിയ ഫോണാണിത്, X200 Pro അല്ലേ? പൊളി. ഇനി വീഡിയോ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് ഐഫോൺസ് ഉള്ളതുകൊണ്ട് മച്ചാനൊരു മാറ്റി പിടിച്ചതാണ്. ലൈക്ക് ഫോട്ടോഗ്രാഫിയിലെ കിങ് എടുത്തേക്കാണ്. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോയുടെ സാമ്പിൾസ് എടുത്തിട്ട് ഞാൻ കാണിച്ചറിയില്ല. ഫോട്ടോ എടുത്തിട്ട് വരാം. നമ്മളെ ഹബും ക്രിസ്തുവിൻ്റെ ഫോട്ടോ എടുക്കട്ടെ. ബൈ ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി പാലത്തെത്തിയിട്ടുണ്ട്. ദേവേ എന്താ പറയാനുള്ള കൊല്ലംകാരനായി എനിക്ക് നമുക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്ന. വേറെ എവിടെ ഇല്ലാത്തൊരു പാലമാണ്. വേറെ ഒരു നാട്ടിലും ഇല്ല പകുതി പാലം. ആദ്യം ഇവിടെ ഈ നോ എൻട്രി ഈ സ്റ്റോപ്പിംഗ് ബാരിയേഴ്സ് ഒന്നും ഉണ്ടായില്ല എന്നല്ലേ നീ പറഞ്ഞേ? നേരെ പോയി നേരെ വെള്ളത്തിൽ കിടക്കായിരുന്നു. ഇല്ല, ഇതിപ്പോ ഇവിടെ ഇതെല്ലാം വെച്ച് സെറ്റ് ആക്കിണ്ട്, സേഫ് ആക്കിണ്ട്. അല്ല സേഫ് അല്ല ഒരിക്കലും. അങ്ങനെ അടച്ചിട്ട സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും ഇത് കയറാൻ പാടില്ല. കാരണം നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചാടിക്കടന്നാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, നമ്മളെന്നാൽ വീട്ടിലേക്ക് പോട്ടെ. വീട്ടിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടി കയറുന്നുണ്ട്. ബൈ.